SSLC ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അറിയാനും പ്രതികരിക്കാനും പാർട്ട് 1 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയംകാർക്കും അതുപോലെ തന്നെ മലയാളം മീഡിയംകാർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ പേര് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. ഓക്കെ, മീനിങ് ഇതാണ്, അറിയാനും പ്രതികരിക്കാനും. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് തന്നെ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പിക്ചറിൽ നമുക്കൊരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ പറ്റുന്നുണ്ട്. നെല്ലിൻ്റെ പാടം, നെല്ലോ ചോളോ എന്തിൻ്റെ ഒരു പാടം കാണുന്നുണ്ട്. പിന്നെ അവിടെ ഒരു മാവുണ്ട്, മാവിൽ നിറയെ മാങ്ങകളുണ്ട്. താഴെ ഒരു കുട്ടി ഇരുന്നിട്ട്, ഒരു പെൺകുട്ടി ഇരുന്നിട്ട് മാങ്ങ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് വേറൊരു കുട്ടി നിന്നിട്ട് മുഖം കഴുകുന്നുണ്ട്. വേറെ 2 കുട്ടികൾ അവിടെ ഒരു പാട്ടേമ്മൽ ഇങ്ങനെ കൊട്ടിയിട്ട് കിളികളിനെ അല്ലെങ്കിൽ തത്തകളെ ഓടിക്കുന്നുണ്ട്. ഒരു കുട്ടി അവിടെ ഒച്ചിനെ തൊടാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്സർവ് ദ പിക്ചർ. ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസംസ് ഹാവ് എ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ്. വാട്ട് ആർ ദേ? അപ്പോൾ ഇവിടെ കാണുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഓർഗാനിസംസ് ഉണ്ടല്ലോ, അവിടെ എന്തൊക്കെയുണ്ട്, പക്ഷികളുണ്ട്, അതായത് തത്തയുണ്ട്, അതുപോലെ തന്നെ ഒച്ചുണ്ട്. അപ്പോൾ ഇവയ്ക്കൊക്കെ എന്തൊക്കെ ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് പറയാം. നമുക്ക് ആദ്യമായിട്ട് തന്നെ പറയാം. ആ മരത്തിന് ചുവട്ടിലിരിക്കുന്ന കുട്ടി, ആ കുട്ടി എന്താ ചെയ്യുന്നത്? മാങ്ങ കഴിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് പച്ച മാങ്ങയായിരിക്കും, അല്ലെങ്കിൽ പഴുത്ത മാങ്ങയായിരിക്കും. പച്ച മാങ്ങയാണെങ്കിൽ നല്ല പുളിയുള്ള ഒരു ടേസ്റ്റ് ആ കുട്ടി അനുഭവിക്കുന്നുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ല മധുരമുള്ള ടേസ്റ്റ് ആ കുട്ടി അനുഭവിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ആ മുഖം കഴുകുന്ന കുട്ടി നല്ല വെയിലുണ്ടെന്ന് തോന്നുന്നു. അവിടെ കാണുമ്പോൾ തന്നെ ഒരു വെയിലൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കുട്ടി മുഖം കഴുകുന്ന സമയത്ത് നല്ലൊരു തണുത്ത ഒരു വെള്ളത്തിൻ്റെ ഒരു ഫീലിംഗ് ആ കുട്ടിക്ക് ഉണ്ടാവും. പിന്നെ മറ്റു 2 കുട്ടികൾ പാട്ട കൊട്ടുന്ന സമയത്ത് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ശബ്ദം കേട്ടിട്ട് നമ്മുടെ പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൂരേക്ക് പറന്നു പോകുന്നുണ്ട്. ആ താഴെ ഇരിക്കുന്ന കുട്ടി എന്താ ചെയ്യുന്നത്? ഒച്ചിനെ തൊടാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് തൊടുന്ന ഒരു ഫീല് കിട്ടും. അതുപോലെ തന്നെ ഒച്ചാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ശരീരം ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പലർക്കും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു കുട്ടിക്ക് ടച്ചിൻ്റെ ഫീലിംഗ് വരുന്നുണ്ട്. അതേതാണ്? ആ വെള്ളം മുഖത്ത് ഒഴിക്കുന്ന ആ കുട്ടിക്ക് ടച്ചിൻ്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒച്ചിനെ തൊടുന്ന കുട്ടിക്കും ടച്ച് എന്ന് പറയുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. മറ്റു കുട്ടിയാണെങ്കിൽ മാങ്ങ കഴിക്കുന്നതിന് ടേസ്റ്റ് എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ട്. ആ പാട്ടയിൽ കൊട്ടുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഹിയറിംഗ് എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു വിച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസം റെസ്പോണ്ട് ഹിയർ? അപ്പോൾ ഏതിനൊക്കെയാണ് ഇവിടെ കാണുന്ന കുട്ടികളും മറ്റുള്ള ജീവജാലങ്ങളൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്? ടേസ്റ്റ് ഉണ്ട്, നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ടച്ച് ഉണ്ട്, അതുപോലെ തന്നെ സൗണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ മാങ്ങ കഴിക്കുന്ന സമയത്താണെങ്കിൽ അതിന് സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ സ്മെല്ലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് റെസ്പോൺസസ് ഉണ്ടായിരിക്കാം. ഓക്കെ, റെസ്പോൺസസ് അല്ല, ഇതിനെ സ്റ്റിമുലൈ എന്നാണ് പറയുക, സ്റ്റിമുലൈ. അപ്പോൾ സ്റ്റിമുലൈ എന്താണെന്നുള്ളത് പറയാം. ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. പ്രതികരണം എന്ന് വെച്ചിട്ടാണ് റെസ്പോൺസ് ആണ് പ്രതികരണം എന്ന് പറയുന്നത്. അതായത് ആ പാട്ട കൊട്ടുന്ന സമയത്ത് തന്നെ തത്തകൾ പോകുന്നുണ്ട്. അതായത് പാട്ട കൊട്ടുന്ന സൗണ്ട് കേൾക്കുന്ന സമയത്താണ് ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? പക്ഷികൾ പറന്നു പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആ കുട്ടി ഒച്ചിനെ തൊടുന്ന സമയത്ത് ആ ഒച്ചിന് മനസ്സിലാവുന്നുണ്ട് ആ കുട്ടി എന്നെ ചിലപ്പോൾ ആക്രമിക്കാനാവും വരുന്നത് എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പ്രതികരണത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഒച്ച് ഉള്ളിലേക്ക് വലിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആ മാങ്ങ കഴിക്കുന്ന കുട്ടി, ഓക്കെ, ആ മാങ്ങ ചിലപ്പോൾ സ്മെല്ല് ചെയ്തിട്ടുണ്ടാവാം. സ്മെല്ല് ചെയ്യുമ്പോൾ ആ ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് സഹിക്കാൻ പറ്റാണ്ടായിരിക്കും ചിലപ്പോൾ ആ കുട്ടി കഴിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നല്ല സ്മെല്ലായിരിക്കും, അപ്പോൾ കഴിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഉദ്ദീപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് കേൾവിയായിരിക്കാം, കാഴ്ചയായിരിക്കാം, ഇപ്പോൾ ഒരു സ്പർശനമായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഉദ്ദീപനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഉദ്ദീപനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞാനൊരു ഐസിൻ്റെ ഒരു പീസ് കയ്യിൽ വെച്ച് തന്നിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം തന്നെ നിലത്തിടും. കാരണം എന്താണ്? നല്ല തണുവുണ്ടാവും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ചൂടുള്ള എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? അത് നിലത്തിടും. കാരണം ഇതിനാണ് പ്രതികരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇട്ടത് എന്താണ്? ആദ്യം ഞാനിങ്ങനെ കയ്യിൽ വയ്ക്കുന്ന സമയത്ത് ഉദ്ദീപനമാണ് ഉണ്ടാകുന്നത്. നിങ്ങളത് നിലത്തിടുന്നത് ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിലിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ടീച്ചർ നിങ്ങളെ പേര് വിളിക്കുകയാണ്, ഐഷ എന്ന് വിളിച്ചെന്ന് വിചാരിച്ചോ. ഒരു പേര് ജസ്റ്റ് വിളിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് നോക്കും.
കാരണം എന്താണ്? ആദ്യം അവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഒരു ഉദ്ദീപനം ഉണ്ടായിട്ടുണ്ട്. ഒരു കേൾവി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പം തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതികരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഒരുപാട് തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രതികരിക്കുന്നുമുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള സ്റ്റിമുലീസാണ് വിശപ്പ് അല്ലെങ്കിൽ ദാഹം എന്നൊക്കെ പറയുന്നത് ശരീരത്തിന് ഉള്ളിലുള്ളതാണ്. പുറത്തുള്ളതാണ് ഈ ടച്ചും കാര്യങ്ങളൊക്കെ. പക്ഷെ ഉള്ളിലുള്ളതാണ് വിശപ്പ്, ദാഹം എന്ന് പറയുന്നതൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ സ്റ്റിമുലീസിനൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉദ്ദീപനങ്ങളെയൊക്കെ തിരിച്ചറിയാനായിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വസ്തു കാണണമെങ്കിൽ നമുക്ക് എന്തുണ്ട്? കണ്ണുണ്ട്. നല്ല ടേസ്റ്റുള്ള സംഭവങ്ങൾ രുചിക്കാനായിട്ട് നാവുണ്ട്. കേൾക്കാനായിട്ട് എന്തുണ്ട്? ചെവിയുണ്ട്. അതുപോലെ തന്നെ സ്പർശനം തൊടാനായിട്ട് നമുക്ക് സ്കിന്നുണ്ട്. അങ്ങനെ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയാം. 5 ഇന്ദ്രിയങ്ങളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഓക്കെ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് വിശപ്പ്, ദാഹം എന്നിവ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ്. അപ്പോൾ അതേപോലെയുള്ള ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്താനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ശരീരത്തിന് എന്ത് സംവിധാനമാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലൈ. അതായത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളിലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. ഓക്കെ, നോക്കിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ശരീരത്തിൽ എവിടെ തൊട്ട് കഴിഞ്ഞാലും നിങ്ങൾക്കറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സെല്ലുകൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ദീസ് സെൽസ് ആർ നോൺ ആസ് റിസപ്റ്റേഴ്സ്. ഈ സെല്ലുകളെയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഗ്രാഹികൾ എന്നാണ് പറയുന്നത്. റിസീവ് ചെയ്യാൻ പറ്റുന്നത്, ഗ്രഹിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഗ്രാഹികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദേ റിസീവ് സ്റ്റിമുലൈ ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്. അവരെന്ത് ചെയ്യും? ദേ റിസീവ് സ്റ്റിമുലൈ, അതായത് അവരെന്ത് ചെയ്യും? ഈ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും, ഉണ്ടാക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെൽവെറ്റിൻ്റെ ക്ലോത്തുമ്മിൽ ഇങ്ങനെ തൊട്ടുന്നിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ കൈയെടുക്കുമോ? ഇല്ല, കൈയെടുക്കില്ല. അല്ലെങ്കിൽ ഒരു ചെടി വേമ്പ് തൊട്ടിരിക്കുകയെന്ന് വെച്ചോ, നിങ്ങൾ പെട്ടെന്ന് കൈയെടുക്കില്ല. നിങ്ങൾ അതുമ്മ ഇങ്ങനെ തൊട്ടിങ്ങനെ തലോടിയിരിക്കും. ബിക്കോസ് നമ്മുടെ ഒരു നല്ലൊരു സുഖമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഒരു മെസ്സേജാണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് കിട്ടുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സംഭവമാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിനെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ഉള്ള ചൂടുള്ളതോ അല്ലെങ്കിൽ നല്ല തണുത്തതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൈവലിക്കുക ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു സ്റ്റിമുലിയാണോ ഉണ്ടാവുന്നത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസ്പോൺസാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഓക്കെ, നോർമലി റെസ്പോൺസസ് occur when the impulses generated by the receptors on receiving the stimuli reach the brain. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അതിൽ ദിലീപ് പറയില്ലേ, എനിക്ക് ഫീലിംഗ് ഒന്നും അറിയണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട്രസിനെ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് വയ്യാണ്ടൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ട് ആ സമയത്ത് നമ്മുടെ മോഹൻലാലും ജയറാമും വന്നിട്ട് എന്ത് ചെയ്യും? ദിലീപിൻ്റെ കാലുമ്പോൾ വന്നിട്ട് അടിക്കും, വടിയെടുത്തിട്ട് അടിക്കും. അപ്പോൾ ദിലീപ് പറയും, അയ്യോ എനിക്ക് ഫീലിംഗ് ഒന്നും അറിയണില്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പറയുന്ന അടിയൊക്കെ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? ഇത് റിസീവ് ചെയ്യുകയും അതിനുള്ള റെസ്പോൺസ് ഉണ്ടാവുകയും ചെയ്യും. ദിലീപിൻ്റെ ആ ഒരു സീനിൽ റെസ്പോൺസായിട്ട് എന്താ വരുന്നത്? ദിലീപിൻ്റെ കണ്ണിൽ നിന്ന് ഭയങ്കരമായിട്ട് കണ്ണുനീരുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഉണ്ട് കേട്ടോ. അതായത് പെയിൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കരഞ്ഞു പോകും. അതൊക്കെ ഈ റെസ്പോൺസിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ദ നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദീസ് ആക്ഷൻസ്. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റമാണ് ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഈ നെർവസ് സിസ്റ്റത്തിന് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ആകെ തുലനനില തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഡെയിലി ലൈഫ് തന്നെ ആകെ അവതാളത്തിലാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്കൊരു ടച്ച് ചെയ്താൽ അറിയില്ല, ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരാൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, അങ്ങനെയുള്ളതുണ്ട്. ഇനി ചെവികൾക്കതായാലോ, അതായത് നമ്മൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അറിയില്ല, കണ്ണ് കാണാതായാലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നോക്കാം. മലയാളം ഒന്ന് പറഞ്ഞു പോവാട്ടോ. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ, ഉദ്ദീപനം എന്താണെന്ന് മനസ്സിലായല്ലോ.
അതായത് നമുക്കുണ്ടാകുന്ന കേൾക്കുന്ന സംഭവങ്ങൾ, കാണുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ്, ഇതിനൊക്കെ സ്വീകരിക്കാനായിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായിട്ടുള്ള കോശങ്ങളുണ്ട്. ഇതിനാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത് കേട്ടോ. ഇവ എന്താ ചെയ്യുന്നത്? ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായിട്ടുള്ള സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നു. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് നാഡീവ്യവസ്ഥയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതൊക്കെ ഒരു ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ ശരിക്കും പഠിക്കാൻ പോകുന്നത് ന്യൂറോൺസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ന്യൂറോൺ എന്താണ്, അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ നാശം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ എന്താണ്, ന്യൂറോൺസ് എവിടെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ലെസണിൽ പഠിക്കുന്നത്. ആദ്യമായിട്ട് ന്യൂറോൺ എന്താണെന്ന് പറയാം. ന്യൂറോൺ എന്ന് പറയുന്നത് ന്യൂറോൺ ഓർ നെർവ് സെൽ, ഇതിനെ നെർവ് സെൽ എന്ന് പറയാം. ഇതാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം. ലൈക്ക് ഓൾ അതർ സെൽസ്, എല്ലാ സെല്ലുകളെയും പോലെ തന്നെ ന്യൂറോണിന് എന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. എല്ലാ സെല്ലുകൾക്കും പൊതുവേ ഉള്ള കാര്യങ്ങളാണ് സെൽ മെംബ്രെയിൻ, പിന്നെ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. ഇതിന് നമുക്കൊരു കോഴിമുട്ടയോട് ഉപമിക്കാനായിട്ട് പറ്റും. അതായത് കോഴിമുട്ടയുടെ പുറത്തെ തൊണ്ടുണ്ടല്ലോ, അതിനെ നമുക്ക് സെൽ മെംബ്രെയിൻ ആയിട്ട് കണക്കാക്കാം. ഏറ്റവും പുറത്തത്തെ കവറിങ്ങിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾവേസ് ബയോളജി പഠിക്കുന്ന സമയത്ത് മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തത്തെ കവറിങ് ആണ്, അല്ലെങ്കിൽ ഒരു കവറിങ് ആണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇവിടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ കോഴിമുട്ടയോട് ഉപമിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അത് പുറത്തെ തോടാണെന്ന് പറയാം. ഇനി സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്തുട്ടാണ്? നമ്മുടെ കോഴിമുട്ടയുടെ ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് പോർഷനാണെന്ന് പറയാം. ഇനി ന്യൂക്ലിയസ് എന്താണ്? കോഴിമുട്ടയുടെ ഏറ്റവും സെൻറ്ററിലുള്ള ആ യെല്ലോ ആയിട്ടുള്ള സംഭവമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ, അതായത് ഒരു സെല്ലെന്ന് പറയുന്ന സമയത്ത് നേരെ നമ്മൾ ഒരു കോഴിമുട്ടേനെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 3 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. കോഴിമുട്ടയ്ക്ക് ഏതാണ്? പുറന്തോടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വൈറ്റ് പോർഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോ പോർഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു സെല്ലെന്ന് പറയുന്ന സമയത്ത് അതിന് ഏറ്റവും പുറത്തത്തെ കവറിങ് ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഉള്ളിലായിട്ട് സൈറ്റോപ്ലാസം ഉണ്ട്, പിന്നെ ന്യൂക്ലിയസ് ഉണ്ട്. അനലൈസ് ഇല്ലുസ്ട്രേഷൻ 1.2 ആൻഡ് ടാബുലേറ്റ് ദ മെയിൻ പാർട്സ് ഓഫ് ന്യൂറോൺ. ഇനി പറയുന്നത് ന്യൂറോണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ധർമ്മങ്ങളൊക്കെ പട്ടികപ്പെടുത്തിയിട്ട് സയൻസ് ഡയറിയിൽ എഴുതാനായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ബയോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ സൈക്കോളജി പഠിക്കുകയാണെങ്കിലും, ഇനിയിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു നിങ്ങളിനി പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിലും, +1 +2 അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് സൈക്കോളജി അതുപോലെയുള്ള ഏത് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ന്യൂറോൺ എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ന്യൂറോണിൻ്റെ ഭാഗങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് നോക്കുക. ഡെൻഡ്രൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ്. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? പുറത്തു നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് മെസ്സേജസൊക്കെ സ്വീകരിക്കുന്ന ഭാഗം. അപ്പോൾ അതിനർത്ഥം എന്നിട്ടാണ് ഇതേപോലത്തെ ന്യൂറോൺസ് നിറയെ ഉണ്ടായിരിക്കും. ഇങ്ങനെ അടുപ്പിച്ചിട്ട് നിറയെ ന്യൂറോൺസ് ഉണ്ടായിരിക്കും. ഇനി ഡെൻഡ്രോണിൻ്റെ ഒരു ശാഖയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഡെൻഡ്രോൺ എന്താണെന്ന് പറയുന്നുണ്ട്. അടുത്തത് ഷോർട്ട് ഫിലമെൻ്റ് ആണ്. സെൽ ബോഡിയിൽ നിന്നുള്ള ഷോർട്ട് ഫിലമെൻ്റ് ആണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ആരാണ്? ഡെൻഡ്രോൺ ആണ്. ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ആക്സോൺ ആണ്. ഷ്വാൻസെല്ലുണ്ട്, അത് പറയാം കേട്ടോ. ആക്സോൺ എന്ന് പറയുന്നത് ആ നീളം കൂടിയിട്ടുള്ളൊരു ഭാഗമാണ്. ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ് കേട്ടോ, ന്യൂക്ലിയസുള്ള ഭാഗം ഉണ്ടല്ലോ, അതിനാണ് സെൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നീളം കൂടിയിട്ടുള്ളൊരു ഫിലമെൻ്റ് ആണ് ആക്സോൺ എന്ന് പറയുന്നത്. ആ ആക്സോൺ ആണ് എന്ത് ചെയ്യുന്നത്? സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്നത്. ഇനി അതിൻ്റെ അറ്റത്തിനെയാണ്, അല്ലെങ്കിൽ ആക്സോണിൻ്റെ അറ്റത്തിനെയാണ്, അല്ലെങ്കിൽ ആക്സോണിൻ്റെ ബ്രാഞ്ചിനെയാണ് എന്ത് പറയുന്നത്? ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മെസ്സേജസിനെ കൊണ്ടുപോകുന്നത്. ഇനി സിനാപ്റ്റിക് നോബ് എന്താണ്? ആക്സോണൈറ്റിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗമാണ്. ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നൊരു സംഭവം പുറപ്പെടുവിക്കുന്നത്. ഒരു രാസ സന്ദേശങ്ങളാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പുറപ്പെടുവിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്.
മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നുകൂടി പറയാം. ആദ്യം ഡെൻഡ്രൈറ്റ്, എന്നിട്ട് അവിടുന്ന് ഡെൻഡ്രോണിലേക്ക് പോയി, അതിനുശേഷം നമ്മുടെ സെൽ ബോഡിയിലേക്ക് പോയി, സെൽ ബോഡിയിൽ നിന്ന് നേരെ ആക്സോൺ, അവിടുന്ന് ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബ്, എന്നിട്ട് സിനാപ്റ്റിക് നോബിൽ നിന്ന് പിന്നെ എവിടേക്കാണ് മെസ്സേജ് പോകുന്നത്? അടുത്ത ന്യൂറോണിലേക്ക്. അടുത്ത ന്യൂറോണിൻ്റെ ഏതാ ഭാഗം റിസീവ് ചെയ്യുന്നത്? ഡെൻഡ്രൈറ്റ്, പിന്നെ ഡെൻഡ്രോൺ, പിന്നെ സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, എന്നിട്ട് തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇതിങ്ങനെ പോയിട്ട് നമ്മുടെ ബ്രെയിനിലോ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തും. ഇനി നമ്മൾ വിട്ടുപോയ ഒരു കാര്യം പറയാം. ഷ്വാൻസെൽ. ഷ്വാൻസെൽ എന്താ ചെയ്യുന്നത്? അവിടെ ആ നീണ്ട ഫിലമെൻറ്റ് കണ്ടല്ലോ, ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് എന്ന് പറയുന്നത് ആക്സോൺ. ആ ആക്സോണിനെ എങ്ങനെ വലയം വെക്കുകയാണ് നമ്മുടെ ആര് ചെയ്യുന്നത്? ഷ്വാൻസെൽ ചെയ്യുന്നത്. അപ്പോൾ വലയം വെക്കുന്ന സമയത്ത് എന്തുണ്ടാവുക എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ പഞ്ഞിമിഠായി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പഞ്ഞിമിഠായി ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് കാണാം. പഞ്ഞിമിഠായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. അതിലേക്ക് നമ്മുടെ ഷുഗറിൻ്റെ ഉരുക്കിയിട്ടുള്ള എന്താ പറയുക അതിനെ, ഷുഗറിൻ്റെ ഒരു പേര് പറയുമല്ലോ അതിനെ, ഒരു പഞ്ചസാര ലൈൻ. യെസ്, പഞ്ചസാര ലൈൻ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അതിങ്ങനെ വന്നിട്ട് ശരിക്കൊരു പഞ്ഞി പോലെ, അല്ലെങ്കിൽ ഒരു സർക്കിൾ ആകൃതിയിൽ ഇങ്ങനെ പഞ്ഞി പോലെയാവും. അതേപോലെ തന്നെ നമ്മുടെ ആക്സോണിനെ ഷ്വാൻസെല്ല് ഇങ്ങനെ ക്രമമായിട്ട് ഇങ്ങനെ വലം വെച്ചിട്ട് അവിടെ ഒരു സംഭവം ഫോം ചെയ്യും. പഞ്ഞിമിഠായി ഉണ്ടാവുന്ന പോലെ തന്നെ അവിടെ ഒരു ഫോം ചെയ്യും. പഞ്ഞിമിഠായിയുടെ കളർ എന്തുട്ടാണ്? വൈറ്റ് ആണല്ലോ. വൈറ്റ് മാത്രമല്ല, വേറെ കളറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വൈറ്റ് ആണെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ഒരു ഷൈനിങ് വൈറ്റ് കളറുള്ള ഒരു സംഭവം കൂടി ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതിൻ്റെ മലയാളം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ്. തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ്. ഇനി ഡെൻഡ്രോൺ എന്താണ്? കോശ ശരീരത്തിൽ നിന്നും നീളം കുറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. അതാണ് ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നത്. അടുത്തത് ആക്സോണാണ്, ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഭാഗമാണ്. അതാണ് കോശ ശരീരത്തിൽ നിന്ന്, കോശ ശരീരം എന്ന് വെച്ചാൽ തല പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനി ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോണിൻ്റെ ശാഖകളാണ്. ഇങ്ങനെ പഠിച്ചു വെച്ചോ. ഡെൻഡ്രോണിൻ്റെ ശാഖകൾ ഡെൻഡ്രൈറ്റ്, ആക്സോണിൻ്റെ ശാഖകൾ ആക്സോണൈറ്റ്. അങ്ങനെ പഠിച്ചു വയ്ക്കാമല്ലോ. നിങ്ങൾക്ക് ഓൾവേസ് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളത് വരയ്ക്കാനൊന്നും പഠിച്ചു വയ്ക്കുക. ഒന്ന് വരച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ ആക്സോണൈറ്റ് പറയുന്നത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് നമ്മുടെ ആരാണ്? ആക്സോണൈറ്റ് ആണ്. ഇനി സിനാപ്റ്റിക് നോബ് എന്താണ്? ആക്സോണൈറ്റിൻ്റെ ഏറ്റവും അറ്റത്തുള്ള അഗ്രഭാഗമാണ്. ഇതാണ് നാഡീയ പ്രേഷകം അല്ലെങ്കിൽ ഒരു കെമിക്കൽസ്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്രവിക്കുന്നത്. ഓക്കെ, ശ്വാൻകോശം എന്താണെന്ന് പറഞ്ഞു? ആക്സോണിനെ വലയം വയ്ക്കുന്നു. ഓക്കെ, പഞ്ഞിമിഠായി ഉണ്ടാവണമെന്ന് പറഞ്ഞില്ല, അതേപോലത്തെ ഒരു സംഭവം. അപ്പോൾ ആ പഞ്ഞിമിഠായി ഇവിടെ എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ആക്സോൺസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മൈലീൻ, എ മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ്. ദിസ് ഈസ് കോൾഡ് മൈലിൻ ഷീറ്റ്. ഓക്കെ, അപ്പോൾ ആക്സോണുകൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു? നമ്മുടെ ഷ്വാൻസെല്ല് എന്ത് ചെയ്യുന്നുണ്ട്? വലം വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ഇങ്ങനെ വലയം വെച്ചിട്ട് അവിടെ എന്തുണ്ടാവും? മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഫോം ചെയ്യും. നമ്മൾ നേരത്തെ പഞ്ഞിമിഠായിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എങ്ങനെ കളർ എന്താണ് ഇതിൻ്റെ? വൈറ്റ് കളറാണ്, ഷൈനിങ് വൈറ്റ് കളറാണ്. നമുക്ക് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ആക്സോണിനെ ഷ്വാൻസെല്ല് എൻസർക്കിൾ ചെയ്യുന്നത് മൂലമാണ് എന്തുണ്ടാവുന്നത്? മൈലിൻ ഷീറ്റ് ഉണ്ടാവുന്നത്. ഇനി അപ്പുറത്ത് അതുപോലെ തന്നെ വേറെ സംഭവം കൊടുത്തിട്ടുണ്ട്, ഒളിഗോഡെൻഡ്രോസൈറ്റ്. അതെന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ വലയം വയ്ക്കുന്ന ഷ്വാൻസെല്ലല്ലേ, പക്ഷേ ചില സ്ഥലങ്ങളിൽ, അതായത് മസ്തിഷ്കം, സുഷുമ്ന, അതായത് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിന്, സ്പൈനൽ കോഡ്, അവിടെയുള്ള ആക്സോണിനെ വലയം വയ്ക്കുന്നത് ഷ്വാൻസെല്ലല്ല. അതിന് പകരം എന്താണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് പേജിൽ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആക്സോണിനെ നമ്മുടെ ഷ്വാൻസെല്ല് എൻസർക്കിൾ ചെയ്യുന്ന സമയത്ത് അവിടെ മൈലിൻ ഷീറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്താണ്? അതായത് സുഷുമ്ന ആൻഡ് മസ്തിഷ്കം, അതായത് സുഷുമ്നയും തലച്ചോറും അല്ലെങ്കിൽ ബ്രെയിനും സ്പൈനൽ കോഡും. അവിടെ ഷ്വാൻസെല്ലിന് പകരം, അവിടുത്തെ ആക്സോണിനെ ഷ്വാൻസെല്ലിന് പകരം വലയം വയ്ക്കുന്നത് ആരാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ്. ഓക്കെ, അപ്പോൾ മലയാളം കൂടി നോക്കാം. മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയിട്ടുള്ള മൈലിൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. ഇതാണ് മൈലിൻ ഷീറ്റ്. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് പറഞ്ഞല്ലോ. ഷ്വാൻസെല്ല് റിപ്പീറ്റഡ് ആയിട്ട് എൻസർക്കിൾ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഒളിഗോഡെൻഡ്രോസൈറ്റും ഷ്വാൻസെല്ല് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ഒന്ന് വായിച്ച് നോക്കിയാൽ മതിയാവും.
ഇനി നോക്കാം. നെർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. ഇനി നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോണുകളുടെ ഒരു കൂട്ടമാണ് നെർവ് എന്ന് പറയുന്നത്. ഇനി പറയുന്നു നോക്കിയാൽ മൈലിൻ ഷീത്ത് ഈസ് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽ. നെർവുകളിൽ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഷ്വാൻ സെല്ല് കൊണ്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ്. അതിൻ്റെ പേരെന്താണ്? ഒളിഗോ ഡെൻഡ്രോസൈറ്റ്. ഓക്കെ. ദ മൈലിൻ ഷീത്ത് ഹാസ് എ ഷൈനി വൈറ്റ് കളർ. നമ്മൾ നേരത്തെ പഞ്ഞിമിഠായിനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഷൈനി വൈറ്റ് കളറാണ്, നല്ല തിളങ്ങുന്ന വെള്ള നിറമാണ്. ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് വെർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. അതായത് തലച്ചോറിലും അതുപോലെ തന്നെ സുഷുമ്നയിലും മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ആ സ്ഥലങ്ങളിനെ വൈറ്റ് മാറ്റർ എന്ന് പറയപ്പെടുന്നു. ഇനി അവ കാണപ്പെടാത്തതിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത്. അതിനെ മലയാളം കൂടി ഒന്ന് വായിച്ചു പോവാം. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി എന്ന് പറയുന്നത്. അവയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ്. പക്ഷേ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് എന്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്? ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, മൈലിൻ ഷീത്തിൻ്റെ കളർ എന്താണ്? തിളങ്ങുന്ന വെള്ള നിറമാണ് കളർ എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വൈറ്റ് മാറ്റർ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്, ബിക്കോസ് ഷൈനിങ് വൈറ്റ് കളറല്ലേ. ഇനി ഗ്രേ മാറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് കാണപ്പെടാത്തത്. ഇനി മൈലിൻ ഷീത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം. ദ മേജർ ഫങ്ഷൻസ്, പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. The major functions of the myelin sheath are to provide nutrients and oxygen to the axon. ആക്സോണിനെയാണല്ലോ ഈ മൈലിൻ ഷീത്ത് വലയം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആക്സോണിന് രണ്ട് കാര്യങ്ങൾ കൊടുക്കണം. എന്ത് കൊടുക്കണം? ന്യൂട്രിയൻസ് കൊടുക്കണം, അതായത് പോഷകങ്ങൾ കൊടുക്കണം. പിന്നെ എന്ത് കൊടുക്കണം? ഓക്സിജൻ കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ മൈലിൻ ഷീത്ത് ആക്സോണിന് എന്ത് കൊടുക്കുന്നുണ്ട്? ന്യൂട്രിയൻസ്, പോഷകവും അതുപോലെ തന്നെ ഓക്സിജനും കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ആക്സിലറേറ്റ് ഇമ്പൾസസ്, ആവേഗങ്ങളെ വേഗത വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുക. ആക്സിലറേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സംഭവം തൊട്ടു, എന്നിട്ട് നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണോ അറിയുക ഞാനെന്തോ സാധനം തൊട്ടല്ലോ എന്ന് കുറേ കഴിഞ്ഞിട്ടാണോ അറിയുക? അല്ല. കാരണം എന്താണ്? ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ആക്സിലറേറ്റ് ഇമ്പൾസിനെ പെട്ടെന്ന് തന്നെ ഈ മെസ്സേജസിനെ എവിടേക്കാണോ എത്തിക്കേണ്ടത് അവിടേക്ക് എത്തിക്കും. നമ്മളിപ്പോൾ തീയിൽ അങ്ങനെ ചവിട്ടിന്നിരിച്ചോ, നമ്മൾ കുറേ കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ തീയെ ചവിട്ടിയില്ലോ അങ്ങനെ പറയില്ലല്ലോ. നമ്മളപ്പം തന്നെ എന്ത് ചെയ്യും? കാല് പിൻവലിക്കും. ഇതൊക്കെ ഇമ്പൾസിൻ്റെ ആക്സിലറേഷൻ മൂലമാണ്, അത് പെട്ടെന്നുണ്ടാവുന്ന ഒരു സ്പീഡ് മൂലമാണ്. പിന്നെ അത് മാത്രമല്ല, ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഓക്കെ, അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. അപ്പോൾ ഇൻസുലേറ്റർ എന്താണെന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ പറയാം. നമ്മൾ പറയില്ലേ ഇൻസുലേഷൻ ടാപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും. വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടാപ്പാണ്. ചുവപ്പ്, പച്ച, നീല കളറിലൊക്കെ ടാപ്പ് ഉണ്ടാവില്ല, അതിനാണ് ഇൻസുലേഷൻ ടാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിനെ കടത്തിവിടാത്തത്, അതാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതിനെ കടത്തിവിടുന്ന എന്തുട്ടാണ്? കണ്ടക്ടറാണ്. ഓക്കെ, നമ്മൾ ഫിസിക്സിൽ പഠിക്കാറുണ്ട് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിനെ സിമ്പിളായിട്ട് കടത്തിവിടുന്നത്. സെമി കണ്ടക്ടർ വൈദ്യുതിനെ പകുതി കടത്തിവിടുന്നത്. പിന്നുള്ളത് എന്താണ്? ഇൻസുലേറ്ററാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിനെ കടത്തിവിടാത്ത ഒരു സംഭവം. അപ്പോൾ ഇവിടെ എന്തായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് മൈലിൻ ഷീത്ത്? വൈദ്യുതിനെ കടത്തിവിടാത്ത ഒരു സംഭവമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അല്ല ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തിനാ വൈദ്യുതി എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ വൈദ്യുതി രൂപത്തിലാണ് അല്ലെങ്കിൽ വൈദ്യുത തരംഗങ്ങളായിട്ടാണ് ഈ മെസ്സേജസ് ഒക്കെ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? കറണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ കറണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വോൾട്ടേജാണ്, നമുക്ക് അത് വെച്ചിട്ട് ബൾബ് എത്തിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ചെറിയ രീതിയിൽ വൈദ്യുത സിഗ്നൽസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് ഈ മെസ്സേജസ് ഒക്കെ പാസ് ചെയ്യുന്നത്. വൈദ്യുതി എന്ന് പറയുന്നത് വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വൈദ്യുതിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതും നമ്മൾ പറയുന്ന ഇലക്ട്രിസിറ്റി പോലെയുള്ളതല്ല. ഓക്കെ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെന്താണ്? ടു പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. പുറത്തു നിന്നുള്ള ക്ഷതങ്ങളെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. പുറത്തുനിന്നുള്ള ക്ഷതങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആമസോണിൽ നിന്ന് ഒരു മൊബൈൽ മേടിച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ മൊബൈൽ മേടിക്കുന്ന സമയത്ത് ആമസോണിലേക്ക് ഒരുപാട് ഈ
ആളുകളുടെ കയ്യിലെത്തിയതിന് ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് ഈ സാധനം എത്തുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ കുന്നുകൂട്ടിയിട്ട് സാധനങ്ങൾ ഇടുന്നുണ്ടാവും, അതിൻ്റെ ഇടയിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയുന്നുണ്ടാവും, ഇങ്ങോട്ട് വലിച്ചെറിയുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ കയ്യിലെത്തുന്ന മൊബൈലിന് വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, അതുമ്മേൽ ഒരു ബബിൾ റാപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എയറിൻ്റെ ഒരു ബബിൾ റാപ്പ് ഉണ്ടായിരിക്കും. റാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ WRAP റാപ്പ്, അങ്ങനെ പൊട്ടിക്കില്ല നമ്മൾ ടിസ്റ്റ് മറ്റേ സാധനം പൊട്ടിക്കുന്ന ആ സംഭവം അതുള്ളത് കൊണ്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ആക്സോണിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നതും നമ്മുടെ ആരാണ്, മൈലിൻ ഷീറ്റാണ്. അപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ, ഒന്നുകൂടി പറയാം. ഓക്കെ, നമുക്ക് മലയാളം പറഞ്ഞു പോകാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ആക്സോണിന് എന്ത് കൊടുക്കണം, പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. ഓക്കെ, ആവേഗങ്ങൾ വേഗത വർദ്ധിപ്പിക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക, മെസ്സേജസ് അവിടെ എത്തണം. പിന്നെ പറയുന്നത് വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർത്തിക്കുക. കാരണം ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മെസ്സേജസ് ഒക്കെ പാസ് ചെയ്ത് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ. പിന്നെ പറഞ്ഞത് ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഇനി സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൈലിൻ ഷീത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 2 രീതിയിലാണ് മൈലിൻ ഷീത്ത് ഉണ്ടാകുന്നത്. ആക്സോണിനെ വലയം ചെയ്യുന്നത് ആരാണ് പറഞ്ഞത്? ഷ്വാൻ സെല്ലല്ലേ. ഷ്വാൻ സെല്ല് വലയം ചെയ്യുന്നതിലൂടെയാണ് മൈലിൻ ഷീത്ത് ഉണ്ടാകുന്നത്. പക്ഷേ തലച്ചോറിലും അതുപോലെ തന്നെ മസ്തിഷ്കവും തലച്ചോറും ഒന്നാണ്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും അതുപോലെ തന്നെ മസ്തിഷ്കത്തിലും അവിടെ 2 കൊടുത്തുള്ള മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്ന ഒരു തരം കോശങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രത്യേകതരം കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയുന്നത് ഗ്രേ മാറ്റർ എന്താണ്, വൈറ്റ് മാറ്റർ എന്താണ് നമ്മൾ പറഞ്ഞു. ഗ്രേ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് സെൽസ് അധികം കാണാത്തതിനെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. അവിടെ നിറയെ ഉള്ളതിനെ എന്ത് പറയുന്നു? വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. ഇനി മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ എന്താണ്? ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ ഇതൊക്കെ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. ഇനി എങ്ങനെയാണ് ഇമ്പൾസ് ഉണ്ടാവുന്നത്, അത് എങ്ങനെയാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സന്ദേശങ്ങൾ ഉണ്ടാവുന്നതും സന്ദേശങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പ്രേഷണം ചെയ്യുന്നതും നോക്കാം. ദ നെർവസ് സിസ്റ്റം മാനേജസ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ത്രൂ ഇമ്പൾസസ്. ഹൗ ആർ ദീസ് ഇമ്പൾസസ് ജനറേറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ പറയുന്ന ഇമ്പൾസുകൾ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ദി ഔട്ടർ സർഫസ് ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദി ന്യൂറോൺ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദ ഇന്നർ സർഫേസ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അതായത് നമ്മുടെ ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടല്ലോ, ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജും ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജുമാണ്. ഓക്കെ, പുറത്ത് എന്ന് ആലോചിച്ചാൽ മതി. പുറത്ത് പോണ്ടല്ലോടെ പോസിറ്റീവ്, പുറത്ത് പോസിറ്റീവ്. ഓക്കെ, ഉള്ളിൽ എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്ലാസ്മ മെംബ്രെയിൻ്റെ, എന്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ? ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിലായിട്ട് അല്ലെങ്കിൽ അകത്ത് നെഗറ്റീവ് ചാർജുമാണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെർട്ടൻ അയൺസ്. പോസിറ്റീവ് അയൺസും നെഗറ്റീവ് അയൺസും തമ്മിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ട. ഇത് നോക്കുക, ഇത്രയേ ഉള്ളൂ. പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവാണ്. ഓക്കെ, ഇനി ഇതിന് മലയാളം കൂടി ഒന്ന് പറഞ്ഞു പോകണം. നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് സന്ദേശങ്ങളിലൂടെയാണ്. ഈ സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ഇവ എങ്ങനെയാണ് നാഡീകോശത്തിലൂടെ സഞ്ചരിക്കുന്നത്? ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ 1.2a b c വിവരണത്തിൻ്റെയും സൂചകങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിഗമനങ്ങളിലെത്തൂ. ആ പിക്ചർ കാണിച്ചു തരാം. നാഡീകോശത്തിൻ്റെ കോശസ്ഥലത്തിന് പുറത്ത് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അകത്ത് നെഗറ്റീവ് ചാർജാണ് നിലനിൽക്കുന്നത്. ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. അപ്പോൾ ഇനി ആ ചിത്രം നോക്കിയേ. ഇതാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ 1.2a നോക്കുക കേട്ടോ. അതിൽ നോക്കിയാൽ പോസിറ്റീവാണ് പുറത്ത് കിടക്കുന്നത്, നെഗറ്റീവാണ് ഉള്ളിൽ. എന്തിൻ്റെ പുറത്താണ്? ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത്. ഓക്കെ, പ്ലാസ്മ സ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവാണ്. പെട്ടെന്നൊരു സ്റ്റിമുലസ് ഉണ്ടായിരുന്നു വിചാരിക്കാം. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്തും ആവാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ തൊട്ടു വിചാരിക്കാം. അപ്പോൾ ഒരു സ്റ്റിമുലസ് ഉണ്ടായല്ലോ. ആ സ്റ്റിമുലസ് ഉണ്ടാവുന്ന സമയത്ത് പുറത്തേതായിരുന്നു ചാർജ്? പോസിറ്റീവ് അല്ലേ? അത് പെട്ടെന്ന് എന്താവും? ഉള്ളിലേക്കാവും. ഉള്ളിലത്തെ ചാർജ് എന്താവും? നെഗറ്റീവ് അല്ലായിരുന്നത്, അത് പുറത്തേക്ക് പോകും. അത് ക്ഷണനേരത്തിന് അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന് മാത്രമാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്.
എന്നിട്ട് അത് അടുത്തടുത്ത് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അതായത് നമ്മുടെ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ, പൂരത്തിനല്ല, അമ്പലത്തിൽ പള്ളിയിലൊക്കെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ ലൈറ്റുകൾ ഉണ്ടാവില്ല, ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ കത്തിപ്പോകുന്നത്. അതേപോലെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ദൈവത്തിനൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ ലൈറ്റുകൾ ഇങ്ങനെ കറങ്ങി പോകണ കാണാൻ പറ്റും. അതേപോലെയാണ് നമ്മുടെ ഈ മെസ്സേജസ് പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, മെസ്സേജസ് പാസ് ചെയ്യുന്നത് 1.2a നോക്കുക കേട്ടോ. അതിൽ ആദ്യം പോസിറ്റീവ് ചാർജാണ്, ന്യൂറോണിൻ്റെ പ്ലാസ്മ സ്ഥലത്തിന് പുറത്ത്, ഉള്ളിൽ നെഗറ്റീവാണ്. പെട്ടെന്ന് ഒരു സ്റ്റിമുലസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ തൊടുകയോ അല്ലെങ്കിൽ ഒരു തണുത്ത വസ്തുവിൽ ടച്ച് ചെയ്യുകയോ ചൂടുള്ള വസ്തുവിൽ ടച്ച് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ സ്റ്റിമുലസ് ആണ്. അതുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്ലാസ്മ സ്ഥലത്തിന് പുറത്തുള്ള പോസിറ്റീവ് ഉള്ളിലേക്കും ഉള്ളിലുള്ള നെഗറ്റീവ് പുറത്തേക്കും പോവും. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ പഴയതുപോലെ ആവും. അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഹാപ്പി ബോളില്ലേ, ഹാപ്പി ബോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചുങ്ങിപ്പോവും, പക്ഷേ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ ആവും. അതേപോലെ ഇതിങ്ങനെ പാസ് ചെയ്യുന്നത് പെട്ടെന്ന് ഇങ്ങനെ മാറി ഇങ്ങനെ പോവും. അത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. 1.2a നോക്കുക, അതിനുശേഷം 1.2b ആൻഡ് 1.2c. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വെൻ സ്റ്റിമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലി ഉണ്ടാകുന്ന സമയത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പാർട്ട് ചേഞ്ചസ്. ആ ഒരു പ്രത്യേക സ്ഥലത്തുണ്ടാകുന്ന ആ വിന്യാസം, അയോൺസിൻ്റെ വിന്യാസം ചേഞ്ച് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് ചാർജുള്ള പുറം ഭാഗം നെഗറ്റീവ് ചാർജും, അതുപോലെ തന്നെ ഉള്ളിൽ പോസിറ്റീവ് ചാർജും ആവും. ഇതൊരു മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് ആണ് കേട്ടോ, പെട്ടെന്ന് തന്നെ മാറിപ്പോവും. ഓക്കെ, നമുക്ക് അതിൻ്റെ മലയാളം കൂടി നോക്കാം. ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ കോശസ്ഥലത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മാറും. നൈമിഷികമായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ടൈമിന് മാത്രമായിട്ട് ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനമുണ്ടാകുന്നു. ഈ പ്രക്രിയ തുടരുക വഴി വൈദ്യുത പ്രവാഹമായിട്ട് സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു. മനസ്സിലായല്ലോ, എങ്ങനെയാണ് സന്ദേശങ്ങൾ പ്രവഹിക്കുന്നത്? വൈദ്യുത പ്രവാഹമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ മൈലിൻ ഷീറ്റ് എന്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഈ വൈദ്യുത പ്രവാഹം പുറത്തേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ടുള്ള ഒരു ഇൻസുലേറ്റർ ആയിട്ടും നമ്മുടെ മൈലിൻ ഷീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാഡീയ ആവേഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി സൂചകങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഇനി ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പ്ലാസ്മ സ്ഥലത്തിന് ഇരുവശത്തുമുള്ള ചാർജ്, പുറത്ത് പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവ്. ഉദ്ദീപിക്കപ്പെടുന്ന സമയത്തുനിന്നുണ്ടാവും ചാർജ്, പുറത്തുള്ള പോസിറ്റീവ് ഉള്ളിലേക്ക് വരും, ഉള്ളിലുള്ള നെഗറ്റീവ് പുറത്തേക്ക് പോകും. നാഡീയ ആവേഗങ്ങളുടെ പ്രേഷണം അതിങ്ങനെ ഈ ഒരു പ്രക്രിയ ഇങ്ങനെ തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ഇനി സിനാപ്സ് എന്താണെന്നാണ് പറയുന്നത്. ഇമ്പൾസസ് ജനറേറ്റഡ് ഇൻ ദ റിസപ്റ്റർ സെൽ റീച്ച് ദ ബ്രെയിൻ. അതായത് ഈ നമ്മൾക്കൊരു ഇമ്പൾസ് ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലോ, ഈ സംഭവം എവിടെ എത്തും? മസ്തിഷ്കത്തിലെത്തും അല്ലെങ്കിൽ ബ്രെയിനിലെത്തും. അവിടെ നിന്ന് ഉചിതമായിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള റെസ്പോൺസ്, എന്താണ് ചെയ്യേണ്ടത്, പ്രതികരണത്തിനുള്ള നിർദ്ദേശം കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം, നല്ല തൊടാനൊക്കെ സുഖമുള്ള ഒരു വസ്തുവാണെങ്കിൽ നമ്മളിങ്ങനെ തൊട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ വേദനിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ കൈവലിക്കും. അപ്പോൾ എന്താ സംഭവം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 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 എന്താ എടുക്കുക, ഒരു നല്ല എരിവുള്ള ജോളോ ചിപ്പ് എടുത്തിട്ട് നമ്മൾ നാവുമ്മേ ജസ്റ്റ് വെച്ചു എന്നിരിക്കാം. അപ്പോൾ തന്നെ എന്തുണ്ടാവും? ഈ മെസ്സേജ് എവിടേക്ക് പോവും? ബ്രെയിനിലേക്ക് പോവും. അപ്പോൾ ബ്രെയിൻ പറയും, മോനെ ആകെ സീനാണ്, ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവുണ്ട്, പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്തോളാൻ പറയും. അപ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മൾ കൈ അത് മാറ്റും. എന്ത് ചെയ്യും? ഈ ജോളോ ചിപ്പ് എടുത്തിട്ട് പെട്ടെന്ന് മാറ്റും നമ്മൾ ആദ്യം തന്നെ. രണ്ടാമത് കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്ന് ഉമിനീരൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും കൂടുതലായിട്ട്. ഓക്കെ, അതിനൊരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നമുക്ക് കിട്ടുന്ന ഇമ്പൾസ് അത് ബ്രെയിനിലെത്തും. ബ്രെയിനാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം ഇനി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ടു മേക്ക് ദിസ് പോസിബിൾ ദ ഇമ്പൾസസ് ഫോംഡ് ഇൻ എ ന്യൂറോൺ ആർ ടു ബി ട്രാൻസ്മിറ്റഡ് ടു അതർ ന്യൂറോൺസ് ആൻഡ് അസോസിയേറ്റഡ് സെൽസ്. അപ്പോൾ ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ന്യൂറോണിൽ നിന്ന് മറ്റുള്ള ന്യൂറോൺസിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് വേണം ഇവിടേക്ക് എത്താനായിട്ട്, നമ്മുടെ തലച്ചോറിലേക്ക് എത്താനായിട്ട്. അല്ലാണ്ട് ഒരു ന്യൂറോണിൽ സംഭവം ഉണ്ടായി അവിടെ വെച്ച് സ്റ്റോപ്പായി കഴിഞ്ഞാൽ ഈ മെസ്സേജ് എവിടേക്ക് എത്തില്ല? തലച്ചോറിലേക്ക് എത്തില്ല. അപ്പോൾ ഈ മെസ്സേജ് എവിടേക്ക് എത്തണം? തലച്ചോറിലേക്ക് എത്തിയതിന് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചിട്ട് ഈ മെസ്സേജ് വരുന്നത്. ഓക്കെ, ഹൗ ഡസ് ദിസ് ബിക്കം പോസിബിൾ? അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്.
ഓക്കെ, എഗെയിൻ മലയാളം നോക്കാം. ഗ്രാഹ്യകോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് ഉചിതമായിട്ടുള്ള പ്രതികരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ ഒരു നാഡീകോശത്തിൽ ഉൾപ്പെടുന്ന സന്ദേശങ്ങൾ എവിടേക്ക് എത്തണം? മറ്റു നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്, സിനാപ്സ്. അപ്പോൾ ആദ്യമായിട്ട് സിനാപ്സ് എന്താണെന്ന് പറയുന്നത്, സിനാപ്സ് ഈസ് ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. അപ്പോൾ സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പാണ്, ഒരു ജംഗ്ഷനാണ്. എന്ത് തമ്മിലാണ്? രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ്. അതായത് ഇവർ പരസ്പരം ടച്ച് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്സിൻ്റെ ജംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ന്യൂറോണുകൾ തമ്മിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും ആയിരിക്കും. അല്ലെങ്കിൽ വരുന്നത് ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും ആയിരിക്കും. അതെന്താണെന്നുള്ളത് പറയാം. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് നമുക്ക് കിട്ടി, അത് അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്തു, അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്തു, അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്തു, അങ്ങനെ പോയി. ഓക്കെ, ഇനി ഒരു ന്യൂറോണും ഒരു മസിൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ ഉണ്ടല്ലോ, ബ്രെയിൻ എന്ത് ചെയ്തു? മെസ്സേജ് കൊടുത്തു, വേഗം കൈവലിച്ചു എന്നുള്ള മെസ്സേജ് കൊടുത്തു. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് പിന്നെ പിടിക്കാൻ പോകേണ്ടത് അടുത്ത ന്യൂറോണിലേക്ക് പോകണം. പക്ഷെ അതിന് ശേഷം മസിലിലേക്ക് പോകണ്ടേ? കൈവലിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? പേശിയിലേക്ക് മെസ്സേജ് പോകണം. അപ്പോൾ ന്യൂറോൺ ടു മസിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്? സിനാപ്സ് ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ. ഇനി വേറൊരു എക്സാമ്പിൾ, നിങ്ങളുടെ മുന്നിൽ ഒരു നല്ല ചുവന്ന കളറിലുള്ള നാരങ്ങാച്ചാറ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. നാരങ്ങാച്ചാറിന് നല്ല സ്മെല്ലുണ്ട്, നല്ല നിങ്ങളുടെ തൊട്ടടുത്ത് വെച്ചിരിക്കുകയാണ്, പുതിയ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നാരങ്ങാച്ചാറാണ്. ഓക്കെ, അതിന് തൊട്ടപ്പുറത്ത് പുളി ഉണ്ടല്ലോ, പുളി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പച്ചമാങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പും മുളകും ഒക്കെ വെച്ചിട്ട് അതും ഇരിക്കുന്നുണ്ട്. ഈ മൂന്ന് സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം നിങ്ങളിത് കാണുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഒരു മെസ്സേജ് ന്യൂറോൺ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും ഇല്ലേ? അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂറോണ് എന്തിനിട്ട് കണക്ഷൻ ഉണ്ട്? ഗ്ലാൻഡുലാർ സെല്ലിനിട്ട് കണക്ഷൻ ഉണ്ട്. ഗ്ലാൻഡ് എന്ന് പറയല്ലേ, എന്ത് ഗ്ലാൻഡാണ്? സലൈവറി ഗ്ലാൻഡ്, ഉമിനീർ ഗ്രന്ഥികളുമായിട്ടും കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വായിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും തമ്മിലുള്ള ഗ്യാപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ഗ്യാപ്പായിരിക്കും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ജംഗ്ഷൻ ആയിരിക്കും. ഇനി വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ദി ആക്സോൺ റീച്ച് ദ സിനാപ്റ്റിക് നോബ്, അതായത് ഇലക്ട്രിക് ഇമ്പൾസുകൾ ആക്സോണിൽ നിന്ന് സിനാപ്റ്റിക് നോബിൽ എത്തുന്ന സമയത്ത് ചില കെമിക്കലായിട്ടുള്ള സബ്സ്റ്റൻസ് അവിടെ നിന്ന് സെക്രേറ്റ് ചെയ്യും. ഓക്കെ, എന്ത് വഴിയാണ്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് വഴി. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിനെ പറയുന്നതാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ, സിനാപ്റ്റിക് വിടവ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, ദീസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ്, അല്ലെങ്കിൽ രാസസന്ദേശങ്ങളെയാണെന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെ അല്ലെങ്കിൽ സെല്ലുകളിനെ എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കും. ഓക്കെ, ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസ് ആർ ജനറേറ്റ്. അങ്ങനെ പുതിയൊരു ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാവും. ഇനി പറയുന്നത് രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററിന് രണ്ട് എക്സാമ്പിളാണ്, അസറ്റൈൽ കോളിനും ഡോപ്പമിനും. ഓക്കെ, ആർ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സിനാപ്സ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ സിനാപ്സ് ആണ് എന്തിനു സഹായിക്കുന്നത്? നമ്മുടെ ഇമ്പൾസിൻ്റെ സ്പീഡും അതുപോലെ തന്നെ ഡയറക്ഷനും കൺട്രോൾ ചെയ്യുന്നത് സിനാപ്സ് ആണ്. ഓക്കെ, മലയാളം കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ, അല്ലെങ്കിൽ നാഡീകോശവും പേശീകോശവുമായോ, അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. ഇതിലേതും ആവാം. ഒന്നുകിൽ രണ്ട് നാഡീകോശമാവാം, അല്ലെങ്കിൽ ഒരു നാഡീകോശവും പേശീകോശവുമാവാം, അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഗ്രന്ഥികോശവുമാവാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ രാസവസ്തുക്കളിനെയാണ് നാഡീയ പ്രേഷകങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെ അല്ലെങ്കിൽ കോശത്തെയോ ഉത്തേജിപ്പിച്ചിട്ട് പുതിയ വൈദ്യുത ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. അസറ്റൈൽ കോളിനും ഡോപ്പമിനുമാണ് നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം.
ഇതിന് ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. നമുക്കവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നെർവ് സെല്ല്, 2 നെർവ് സെല്ല് തമ്മിലുള്ള കണക്ഷൻ സിനാപ്സ്, അല്ലെങ്കിൽ ഒരു നെർവ് സെല്ലും ഒരു മസിൽ സെല്ലും. ഓക്കെ ആണല്ലോ. അടുത്തത് ഒരു നെർവ് സെല്ലും ഒരു ഗ്ലാൻഡ്യുലാർ സെല്ലും. ഓക്കെ, 2 നാഡീകോശങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു പേശീകോശവും, അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥികോശവും. എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സാധനം കണ്ടു, നമ്മളത് എടുക്കാൻ പോകുന്നു. അപ്പം എന്തുണ്ടായിട്ടുള്ളത്, ഒരു നാഡീകോശവും ഒരു പേശീകോശവും. എടുക്കുന്നത് മസിൽ കൊണ്ടാണല്ലോ, നമ്മുടെ കൈകളിലെ മസിൽ കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സാധനം കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നു, ഗ്രന്ഥികോശമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കണക്ഷൻസ് ആണ് നമ്മുടെ സിനാപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് സിനാപ്സ്, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ സിനാപ്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്. ഓക്കെ, സിനാപ്സിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഘടന? 3 തരത്തിലുള്ള ഘടനയാണ് പറഞ്ഞത്. സിനാപ്സിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രേഷണം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സൊക്കെ പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ നാഡീപ്രേഷകത്തിൻ്റെ പ്രാധാന്യം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? കാരണം നമ്മൾ പറഞ്ഞു, ഇത് സ്പീഡ് കൺട്രോൾ ചെയ്യണം, ദിശ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നാഡീപ്രേഷകമാണെന്ന് പറഞ്ഞു. ഇനി വിവിധ തരം സിനാപ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോണുകളാണ്. ഓൺ ദ ബേസിസ് ഓഫ് ദി ഡിറക്ഷൻ ഓഫ് ഇമ്പൾസിൻ്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ ന്യൂറോൺസിനെ സെൻസറി ന്യൂറോൺ എന്നും മോട്ടോർ ന്യൂറോൺ എന്നും തരംതിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെൻസറി ന്യൂറോൺ എന്താ ചെയ്യുന്നത്? സെൻസറി ന്യൂറോൺ ചെയ്യുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജസ് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നതാണ്. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജസ് തലച്ചോറ് സുഷുമ്ന, അല്ലെങ്കിൽ മസ്തിഷ്കം സുഷുമ്ന, തലച്ചോറും മസ്തിഷ്കവും സെയിം ആണ് കേട്ടോ, അവിടേക്ക് എത്തിക്കുക. മോട്ടോർ ന്യൂറോൺ എന്താ ചെയ്യുന്നത്? മോട്ടോർ ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വാരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, എവിടെ നിന്ന്? തലച്ചോറിൽ നിന്നും അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മെസ്സേജസ് എത്തിക്കുന്നതാണ് എന്ത് പറയുന്നത്? മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം മലയാളത്തിൽ. സന്ദേശ ദിശയ്ക്കനുസരിച്ചിട്ട് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും തരംതിരിക്കാം. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. പ്രേരക നാഡീകോശങ്ങൾ എന്താ ചെയ്യുന്നത്? മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം, യു നോ ദാറ്റ് നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഓർ നെർവ് ഫൈബേഴ്സ്. അപ്പോൾ നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സോണുകളുടെ ഒരു കൂട്ടമാണ് എന്നറിയാം. നെർവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫങ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തിൻ്റെയാണ്? ഡയറക്ഷൻ ഓഫ് ഇമ്പൾസിൻ്റെ ബേസിലാണ് നേരത്തെ പറഞ്ഞത്, 2ആയിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞത്. ഇനി പറയുന്നത് ബേസിസ് ഓഫ് ദെയർ ഫങ്ഷൻ, അതിൻ്റെ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിക്കാം. ഏതാണെന്നുള്ളത് നോക്കാം. സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സ്ഡ് നെർവ്. ഓക്കെ, സെൻസറി നെർവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജസ് മസ്തിഷ്കത്തിലേക്കും അതുപോലെ തന്നെ സുഷുമ്നയിലേക്കും എത്തിക്കുന്നതാണ് സെൻസറി നെർവ്. മോട്ടോർ നെർവ് എന്താ ചെയ്യുന്നത്? അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു. അതായത് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. ഇനി മിക്സ്ഡ് ആണെങ്കിലോ രണ്ടും ചെയ്യും. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും മെസ്സേജസ് എത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ച് മെസ്സേജസ് കൊണ്ടുവരികയും ചെയ്യും. മനസ്സിലായല്ലോ? സോ മലയാളം കൂടി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്ര നാഡിയുടെ പേരിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ ബയോളജിയുടെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിൻ്റെ നോട്ട്സാണ്. എന്താണ് സ്റ്റിമുലി എന്ന് പറയുന്നത്? സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ കോൾഡ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഹികൾ കേട്ടോ. ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തത്, വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സ്ട്രക്ചർ എന്താണ്? അതിനെ പറയുന്ന പേരെന്താണ്? ഇനി വാട്ട് ആർ ദി പാർട്സ് ഓഫ് ന്യൂറോൺ? ന്യൂറോണിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും എന്താണ്? മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പൾസസ് ഉണ്ടാവുന്നതും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് പ്രേഷണം ചെയ്യുന്നത്, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതും. സിനാപ്സ് എന്താണ്?
ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് 2 ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നെർവ്സ് ഏതൊക്കെയാണ്? 3 എഴുതണം കേട്ടോ. അതായത് നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ദിശയുടെ അടിസ്ഥാനത്തിൽ 2 തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ 3 തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ 3 തരംതിരിച്ചിട്ടുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ. സോ ഒന്നാമത്തെ ഭാഗം ഇത്രയാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കമൻ്റായിട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ നിങ്ങളുടെ പേര് ഈ നമ്പറിലേക്ക്, താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ. So that's all for today. Thank you so much for watching.